അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം അനുസ്മരിക്കാനാണ്. നബിദിനം എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ടത് അലങ്കാരങ്ങളും ആഘോഷങ്ങളും മാത്രമല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്നും ആ ജീവിതത്തിൽ നിന്ന് നമുക്ക് എന്തൊക്കെ പഠിക്കാനാകും എന്നും ചിന്തിക്കാനുള്ള അവസരം കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നായിരുന്നു സത്യസന്ധത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയായി നിയോഗിക്കുന്നതിന് മുമ്പ് തന്നെ മക്കയിലെ ജനങ്ങൾ അദ്ദേഹത്തെ അൽ അമീൻ എന്ന് വിളിച്ചിരുന്നു. അതിൻ്റെ അർത്ഥം വിശ്വസ്തൻ എന്നാണ്. ഒരിക്കൽ ഒരു വ്യാപാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തി. അയാൾക്ക് ധാരാളം സമ്പത്തുണ്ടായിരുന്നു, സ്വർണവും വെള്ളിയും ഉണ്ടായിരുന്നു. എന്നാൽ ആ സമ്പത്തിനിടയിലും അയാളുടെ മനസ്സിൽ സമാധാനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, നിനക്ക് ഏറ്റവും വലിയ സമ്പത്ത് എന്താണെന്ന് അറിയാമോ? വ്യാപാരി പറഞ്ഞു, എൻ്റെ കയ്യിൽ ധാരാളം സ്വർണവും വെള്ളിയുമുണ്ട്, അതല്ലേ ഏറ്റവും വലിയ സമ്പത്ത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ല, മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് സത്യസന്ധമായ ഹൃദയവും നല്ല സ്വഭാവവുമാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ വാക്കുകളിൽ വലിയൊരു സന്ദേശമുണ്ട്. നമ്മുടെ കയ്യിൽ എത്ര പണമുണ്ടെങ്കിലും, എത്ര വലിയ വീടുണ്ടെങ്കിലും, എത്ര വിലപിടിപ്പുള്ള വസ്തുക്കളുണ്ടെങ്കിലും നമ്മുടെ സ്വഭാവം നല്ലതല്ലെങ്കിൽ അതുകൊണ്ട് യഥാർത്ഥ സന്തോഷം ലഭിക്കില്ല. എന്നാൽ സത്യസന്ധതയും നല്ല സ്വഭാവവും ഉള്ള ഒരാൾക്ക് എല്ലാവരുടെയും സ്നേഹവും വിശ്വാസവും നേടാൻ കഴിയും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ പോലും അൽ അമീൻ എന്ന് വിളിച്ചിരുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നബിദിനത്തിൻ്റെ യഥാർത്ഥ സന്ദേശം ഇതുതന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം പിന്തുടരുക. അള്ളാഹു നമ്മെ എല്ലാവരെയും നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത മാതൃക പിന്തുടരുന്ന സത്യസന്ധതയോടും നല്ല സ്വഭാവത്തോടും കൂടി ജീവിക്കുന്നവരാക്കി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.